ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് മന്ത്ര. ഇന്ന് വളരെ രുചിയുള്ള ഒരു മോരുകറി ഏറ്റവും എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു മൺചട്ടി എടുത്ത് വെച്ചു. 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മുടെ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഞാനിവിടെ 1/2 ലിറ്റർ തൈര് അതല്ലെങ്കിൽ മോര് മിക്സിയിലെടുത്ത് നന്നായിട്ട് അടിച്ച് കട്ട കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരു 4-5 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1-2 അല്ലി വെളുത്തുള്ളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഒരു 4-5 പച്ചമുളക് വരെ നമുക്കിടാം. മോരുകറിക്ക് വലിയ എരിവിൻ്റെ ആവശ്യമില്ല. ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് ചേർക്കാം. ഒരു ഇച്ചിരി ഉപ്പ്, നമുക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയം മാത്രമേ എടുക്കുള്ളൂ നമ്മുടെ ഈ കറി പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഉള്ളി നന്നായിട്ട് മൂത്ത് ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിടാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ചെറുതാക്കി വെക്കണം, അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് അതല്ലെങ്കിൽ മോര് ചേർത്ത് കൊടുക്കാം. മോര് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഫ്ലെയിം എപ്പോഴും ചെറുതാക്കി തന്നെ വെച്ചാൽ മതി, ഫ്ലെയിമിന് കൂട്ടുകയും ചെയ്യരുത്. മോര് കറിക്ക് ആവശ്യമായ ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം പിന്നീട് ചേർത്താൽ മതി. മോരും ചേർത്ത് അതിനാവശ്യമായ ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടി കുറഞ്ഞു പോയോ, കളറ് കുറവാണല്ലോ എന്ന്. ഇല്ല, ശ്രദ്ധിച്ചാൽ അറിയാം, മിക്സ് ചെയ്യും തോറും കളറ് കൂടി വരും. ഇനി ഒട്ടും കളറില്ല, നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടി തീരെ കുറഞ്ഞു പോയിന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ലാസ്റ്റ് നമ്മൾ കാച്ചി ഒഴിക്കുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താൽ മതി. മോര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പിന്നെ ചട്ടിക്ക് ആവശ്യത്തിന് ചൂടുണ്ട്, അതുകൊണ്ട് നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോര് പിരിഞ്ഞ പോലെ ആയി പോകും. നമുക്ക് ഈ ചെറിയൊരു ചീനച്ചട്ടിയോ കടായോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് കാച്ചി ഒഴിക്കാം. കാച്ചി ഒഴിക്കുമ്പോഴാണ് നമ്മുടെ മോരുകറിക്ക് ഏറ്റവും ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒക്കെ വരുന്നത്. 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു കുഞ്ഞുള്ളി ചെറുതായിട്ട് കനം കുറച്ച് നൈസായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് വരുന്ന ആ ഒരു സ്മെല്ല് വളരെ ടെംപ്റ്റിംഗ് ആണ്, നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഉള്ളി നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ മോരുകറിക്ക് ഭയങ്കര നല്ലതാണ്. ഉലുവയും പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില ഇടാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. 1-2 വറ്റൽമുളകും കൂടി കീറിയിട്ടിട്ട് നമുക്ക് ഈ വറവ് നമ്മുടെ മോരുകറിയിലേക്ക് ഒഴിക്കാം. മോരുകറിക്ക് കളർ കുറഞ്ഞു പോയിന്ന് സങ്കടപ്പെടുന്നവർ ഈ സമയത്ത് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആ കാച്ചി ഒഴിക്കുന്നതിനകത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ മോരുകറിയിലേക്ക് ഒഴിച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോഴാണ് നമ്മളിപ്പോൾ കാച്ചി ഒഴിച്ചതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറും എല്ലാം നമ്മുടെ ആ മോരുകറിയിലേക്ക് പിടിക്കുക. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പം തുറന്നാൽ മതി. ഞൊടിയിടയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മോരുകറിയാണ്. നല്ല ടേസ്റ്റുമായിരിക്കും. ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി അമ്മൂസ് മന്ത്രയിൽ വീണ്ടും കാണാം. സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.